മുസ്ലിം വിഭാഗക്കാരെ ഒഴിവാക്കി സിഎഎയിൽ സമയപരിധി നീട്ടി കേന്ദ്രം. 2024 ഡിസംബർ 31 വരെ ഇന്ത്യയിലെത്തിയ മുസ്ലിം ഇതര വിഭാഗക്കാർക്ക് പൗരത്വ അപേക്ഷ നൽകാമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. 10 വർഷത്തെ ഇളവിൽ നിന്ന് മുസ്ലിം വിഭാഗക്കാരെ ഒഴിവാക്കിയത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണെന്ന ആരോപണവും ഇപ്പോൾ ശക്തമാകുന്നുണ്ട്. 2019 മതധ്രുവീകരണ ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ പൗരത്വ ഭേദഗതി നിയമത്തിലാണ് മുസ്ലിം വിഭാഗക്കാരെ ഒഴിവാക്കിയുള്ള വിവേചന ഇളവ്. 2024-31 ഇന്ത്യയിലെത്തിയ മുസ്ലിം ഇതര മതവിഭാഗക്കാർക്ക് രാജ്യത്ത് തുടരാമെന്ന് ആഭ്യന്തര മന്ത്രാലയം ഉത്തരവിറക്കി. പുതിയ ഇളവ് പ്രകാരം പൗരത്വത്തിന് അപേക്ഷിക്കുന്നവർക്ക് പാസ്പോർട്ടോ യാത്രാരേഖകളോ ആവശ്യമില്ലെന്നും കേന്ദ്രം വ്യക്തമാക്കി. 10 വർഷത്തെ ഇളവ് അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ എന്നിവയിൽ നിന്നുള്ള ഹിന്ദു, സിഖ്, ബുദ്ധ, ജൈന, പാഴ്സി, ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ടവർക്ക് മാത്രമാണ് ബാധകമാവുക. 2014 ഡിസംബർ 31 അതിനു മുമ്പോ ഇന്ത്യയിലെത്തിയ രേഖകളില്ലാത്ത മുസ്ലിം ഇതര മത ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് മാത്രമാണ് ഇതുവരെ പൗരത്വത്തിന് അപേക്ഷിക്കാൻ സാധിച്ചിരുന്നത്. ഇതോടെ 10 വർഷത്തെ ഇളവിലും മുസ്ലിം വിഭാഗത്തെ ഒഴിവാക്കിയത് വിവേചന നടപടിയാണെന്ന ആരോപണം ശക്തമായി. മതാടിസ്ഥാനത്തിൽ പൗരത്വം നടപ്പിലാക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി നിയമപോരാട്ടങ്ങൾ ഉൾപ്പെടെ തുടരുന്ന സാഹചര്യത്തിലാണ് കേന്ദ്രത്തിന്റെ ഇളവ് പ്രഖ്യാപനം. അതേസമയം ബീഹാറിലും ബംഗാളിലും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളെ മുന്നിൽ കണ്ടാണ് കേന്ദ്രത്തിന്റെ നീക്കമെന്ന ആരോപണവും ശക്തമാവുകയാണ്. കൈരളി ന്യൂസ്, ദില്ലി.